പക്ഷെ ഈ മഴവിൽ മാഫിയ എന്നൊക്കെ വിളിക്കുമ്പോ എന്താ തോന്നുന്നത്? ഡെഫിനറ്റ്ലി അത് അവര് വിളിക്കട്ടെ, അവരൊരു പദം ഉണ്ടാക്കുന്നു. ഇപ്പം സ്ത്രീകൾക്ക് സ്ത്രീകളെ വളരെ മോശമായിട്ട് വിളിക്കാനൊക്കെ ആരാണ് ഇവിടെ പദം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക? ഇവിടുത്തെ ഈ സമൂഹം തന്നെയാണ് അല്ലേ? ട്രാൻസ് വ്യക്തികളെയും വിളിക്കാനായിട്ട് പദം ഉണ്ടാക്കിയത് ആരാ? ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരോട് എന്ത് പറയാനാണ് നമ്മള്? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവര് പറഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ നമുക്കത് കേൾക്കാനല്ല ജോലി. നമ്മുടെ ജോലി അതല്ല. നമ്മള് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അത്. ഇപ്പം വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ ഉണ്ട്, പക്ഷെ അവരുടെ നിയമം മുഴുവൻ സ്ത്രീകൾ അതെടുത്ത് ദുരുപയോഗം ചെയ്യാണ്. ഡെഫിനറ്റ്ലി അതില് ചില ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് മൊത്തം സ്ത്രീ സമൂഹത്തെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഫെമിനിസം എന്ന് പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു കണ്ടന്റിനെ നമ്മളിന്ന് ഫെമിനിറ്റി എന്ന് പറയുന്ന മോശം വാക്കിലേക്ക് ആരാ എത്തിച്ചത്? നമ്മൾ പറയുന്ന ഈ പുരോഗമന സമൂഹം, അതൊരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. അത് തന്നെയാണ് ഇപ്പം മഴവിൽ മാഫിയ എന്ന് വിളിക്കുന്ന ആളുകൾ. നമ്മളല്ല ആ പദം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മറ്റാരൊക്കെ ഉണ്ടാക്കിയത്. അവരുണ്ടാക്കിയിട്ടുള്ളത് അവരിത്തരം ത്രട്ടണിങ്ങിന് മറ്റു കാര്യങ്ങൾക്കാ. അത് നമ്മൾ ഗവനിക്കുന്നേ ഇല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താ പറയാനാ? അത്രേ എനിക്കും പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ ആശയങ്ങളും ഈ സമൂഹത്തില് മുൻപോട്ട് വരുന്നതും അതിന് സ്പ്രെഡ് ചെയ്യുന്നതും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് അല്ലേ? ഇപ്പം വളരെ സ്വാഭാവികമായിട്ടുള്ള എന്താ പറയാ, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പുരോഗമന രാഷ്ട്രീയ ആശയങ്ങളിൽ നിന്നും എങ്ങനെയാണ് സവർണ ഹിന്ദു രാഷ്ട്രീയത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് അപ്രോച്ചബിൾ ആയിട്ട് മാറാൻ ശ്രമിക്കുന്നത്, അതിനു വേണ്ടി ഈ സമൂഹത്തിലെ ഒത്തിരി ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ അപകടത്തെ തിരിച്ചറിഞ്ഞതിന് പ്രതിരോധിക്കുന്നവരുണ്ട്. ആ പ്രതിരോധിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഈ മീറ്റു മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചല്ലോ. ഈ മീറ്റു മൂവ്മെന്റിനെ കുറിച്ച് തുറന്നു പറഞ്ഞ ഒരാളാണ് ശീതൾ ശ്യാം, ഒരു പ്രമുഖ നടനെതിരെ. അല്ല, ഞാൻ മീറ്റു മൂവ്മെന്റിന് വെച്ചാല് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചാല് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കേസ് കൊടുക്കാനോ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നിന്നൊരു സിനിമ സെറ്റിലാണ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നടനുള്ള മറ്റൊരു സിനിമ സെറ്റിൽ പോയപ്പം ആ നടൻ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, WCCയിലെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് അയാള് സംസാരിച്ചു. അപ്പൊ ആ ഭയം വന്നത് എന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ ഓപ്പണായിട്ട് മീഡിയാസിൽ പറയാണ് ഇന്ന ആള് തെറ്റ് ചെയ്തു എന്നുള്ളത്. ആ ഭയം അയാൾക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. കാരണം എന്നിട്ടും അയാൾ അവിടെ ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാ. അത് പുറത്തു പറയാൻ പറ്റുന്ന സ്ത്രീകളുണ്ടായിരുന്നു, പറഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സിനിമ സെറ്റിലാണ് ആ സംഭവം നടന്നത്. അതിപ്പോ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ശീതളിന് അത് പറയാൻ, ആ ഒരു സംഭവം പറയാൻ താല്പര്യമുണ്ടോ എന്താണ് എന്നുള്ളത്? എനിക്ക് തോന്നുന്നു ആഭാസം സിനിമയുടെ സെറ്റിലാണ് സംഭവം നടന്നത്. അപ്പൊ അതിനുശേഷം അവരതിനെയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കേസിന്റെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മീറ്റു മൂവ്മെന്റ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഈവൻ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം സംസാരിക്കാൻ പോലും അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇപ്പോഴും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയോ വർഷത്തിന് ശേഷം ബാൻ ചെയ്തിരുന്ന ചിന്മയെ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ചിന്മയി മീറ്റു പറഞ്ഞതിനെതിരെയാണ് ചിന്മയെ ബാൻ ചെയ്തത് തമിഴ് സിനിമാ ലോകം. ആ ചിന്മയെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ചേഞ്ചാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. അന്ന് ചിന്മയി മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അത് സംസാരിച്ചിരുന്നെങ്കിൽ ചെയ്ത ആള് പുറത്തറിയില്ല. ചിന്മയ്ക്ക് ചിന്മയ്ക്ക് ഈ വർഷങ്ങൾ നഷ്ടപ്പെടില്ല. ഒത്തിരി അവാർഡ്സും ഒത്തിരി അംഗീകാരങ്ങളും ഒത്തിരി ഉയർച്ചയിലെത്തിയാണ് ചിന്മയി. ബട്ട് ചിന്മയ അവിടെ മീറ്റു സംസാരിച്ചതുകൊണ്ടും തനിക്ക് വർക്ക് സ്പേസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹറാസ്മെന്റിനെ
അത് പുറത്ത് സംസാരിച്ചുകൊണ്ടും അവർക്ക് ഇത്രയും നാളും വർക്കൊന്നും ഉണ്ടായില്ല. ബട്ട് നൗ അവര് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർ ചെയ്ത് ശരിയാണെന്നെങ്കിലും പറയുന്നുണ്ടല്ലോ, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് വൈ അതാണ് എനിക്ക് തോന്നുന്നു മീ ടു മിനിന്റെ ഇമ്പാക്ട്. ഇപ്പം മലയാള സിനിമയിൽ എങ്ങനെയാണ് ഈ പറയുന്ന സംസാരങ്ങൾ ഉണ്ടാവുന്ന, IC പോലുള്ള സംഭവങ്ങൾ വരുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്. പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ മറ കെട്ടി ആണ് ഡ്രസ്സ് മാറിയിരുന്നത്. ചില നടിമാര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും വീടിന്റെയോ സൈഡിന്റെയോ ഒക്കെ മാറി പോയിട്ട് ടോയ്ലറ്റിൽ പോയായിരുന്നു. പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് കാരവാൻ വേണം, അത് വേണം, ഇത് വേണം. ഇത് പറയുന്ന ആ പഴയകാല ആക്ടേഴ്സ് ഒന്ന് ചിന്തിക്കണം. പുതിയ കാലത്ത് നമുക്ക് എവിടുന്നെങ്കിലും ഓപ്പൺ ആയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ? കാരവാൻ ഇല്ലാതെ നമുക്ക് വസ്ത്രം മാറാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റും ക്യാമറയുണ്ട്. ഞാൻ വർക്ക് സ്പേസിൽ നിന്ന സിനിമ സെറ്റില് ഒരു പ്രായമായിട്ടുള്ള ഒരു ആക്ട്രസ് കിടന്നുറങ്ങാണ്. അവരെയാണ് ഒരു നടൻ വീഡിയോ എടുക്കുന്നത്. അയാളുടെ മൊബൈൽ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ആ ആക്ട്രസ് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ചേച്ചി വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞു. കൂടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ക്രൂവിലുള്ള പിള്ളേര്. അപ്പൊ ചേച്ചി എന്നിട്ട് പറഞ്ഞു എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ തമാശക്ക് എടുത്താ. അപ്പൊ ചേച്ചി പറഞ്ഞു ധൈര്യത്തോടു കൂടി, തമാശ ഒന്നും ഇവിടെ വേണ്ട, മര്യാദക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ പറയില്ലോ, അപ്പം ചില ആക്ട്രസ് ഇപ്പൊ പറയണേക്കുന്നുണ്ട് അതൊക്കെ വിട്ട് കളഞ്ഞോട്ട് ഒന്ന് ദ്വയത്ത് തൊട്ടാല്. അങ്ങനെയല്ല, എല്ലാവർക്കും അത് വിടാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് സ്പേസില് എങ്ങനെയാണ് ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് സീനിയറോ ജൂനിയറോ ഒന്നുമില്ല. അവിടെ ഐഡന്റിറ്റി തന്നെയാണ്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ നമ്മളിപ്പോ ആരുടെ അടിമയായി നിൽക്കുന്ന, ആരെ സർ മാഡം മുകളിൽ താഴെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ആർട്ടിസ്റ്റാണ്. ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ, ഒരു ഫിലിമിൽ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റിന് എല്ലാത്തിലുള്ള പരിഗണനയും കൊടുക്കണം. അവർക്ക് യാതൊരു തരത്തിലുള്ള ഹറാസ്മെന്റോ ഡിസ്ക്രിമിനേഷനോ ഉണ്ടാകരുത്. അതാണ് ശരിക്കും വേണ്ടത്. അത് തുറന്നു പറയുമ്പോ ഈ അവസരങ്ങളൊക്കെ ഇല്ലാതാവാണ് പലപ്പോഴും. ഈ ഹേമ കമ്മിറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഈ സർക്കാരിനെതിരെ പാർവതി തിരുവോത്ത് ഇപ്പൊ വലിയ രീതിയിലൊരു എലിഗേഷൻ പറയുന്നുണ്ട്, സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നത്. അതിലെന്താണ് എനിക്ക് അഭിപ്രായം പറയുന്നത്? അത് പാർവതിയുടെ ഒരു അഭിപ്രായമായിരിക്കാം. പക്ഷെ ഒന്ന് പാർവതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതിൽ ശീതൾ ശ്യാം? പാർവതി പറഞ്ഞ അഭിപ്രായത്തോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹേമ കമ്മിറ്റി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഒരു വലിയൊരു ഇൻസിഡന്റിന്റെ പുറത്താണ് ഹേമ കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത്. ആ ഇൻസിഡന്റിന് ഇത്ര വർഷമായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് പോലും ജസ്റ്റിസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി അന്നത് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹേമ കമ്മിറ്റി ഉണ്ടാവില്ല. മലയാള സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ഹറാസ്മെന്റിനെ കുറിച്ച് യാതൊരു സംസാരവും ഉണ്ടാവത്തില്ല. ഇന്നും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഹറാസ്മെന്റ് തുടർന്നു പോയേനെ. അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഫിലിം ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, പണ്ട് സിനിമയിൽ നിരൂപകർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫിലിമിനെ ക്രിട്ടിക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. ഇന്ന് ഫിലിമിന് ആക്ടിവിസ്റ്റുകളുണ്ട്, സിനിമ ആക്ടിവിസ്റ്റുകളുണ്ട്. അതായത് സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സിനിമ ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിന്റെ പരിസരത്ത് നടക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടിവിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് പാർവതി. പാർവതി ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഒരു ഫിലിം ആക്ട്രസും കൂടിയാണ്. അത് പാർവതിയുടെ അഭിപ്രായം. ബട്ട് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ സ്ട്രഗ്ലിങ്ങിന്റെയും അവരുടെ സഫറിങ്ങിന്റെയും അവരുടെ ഹറാസ്മെന്റിന്റെയും വേദനകളുടെ ഒക്കെ ഒരു റിപ്പോർട്ടാണല്ലോ. ആ റിപ്പോർട്ടിന് വാല്യൂ കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.